ഇമ്പ്രൂവ്മെൻറ്റ് 2019 ചോദിച്ചൊരു ക്വസ്റ്റനാണ്. ഇത് നമ്മൾ ഇതേ മോഡൽ ക്വസ്റ്റ്യൻ ലെവൽ 1 ഒത്തിരി ചെയ്തിട്ടുണ്ട് കേട്ടോ. എ പ്ലസ് ഐ ബി സി പ്ലസ് ഐ ഡി ഇ പ്ലസ് ഐ ബി ഈക്വൽ ടു ഐ എഫ് ഈക്വൽ ടു എ പ്ലസ് ഐ ബി ആണ് നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ആദ്യം നമ്മൾ ലെഫ്റ്റ് സൈഡ് എടുക്കണം. എ പ്ലസ് ഐ ബി അതുപോലെ തന്നെ സി പ്ലസ് ഐ ഡി ഇൻറ്റു ഇ പ്ലസ് ഐ എഫ് ഈക്വൽ ടു എ പ്ലസ് ഐ ബി. നമ്മുടെ ആദ്യം ക്വസ്റ്റ്യൻ എടുത്തു, ഇക്വേഷൻ നമ്പർ 1 കൊടുത്തു. ഇനി നമ്മൾ രണ്ട് സൈഡ് നമുക്കറിയാം, മാത്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഐക്ക് പകരം നമ്മൾ മൈനസ് ഐ എല്ലാ ഈ ഇക്വേഷനകത്ത് കംപ്ലീറ്റും ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഐ എവിടെ കിടപ്പുണ്ടോ അവിടെ എല്ലാം നമ്മൾ മൈനസ് ഐയും കൊടുത്തു. നമ്മുടെ മാത്സിന് പ്രത്യേകത നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നു അതേ സാധനം റൈറ്റ് സൈഡും ചെയ്ത ആൻസറിന് യാതൊരു ചേഞ്ചും ഇല്ല. അപ്പം നമ്മളിവിടെ എന്ത് കൊടുത്തു നോക്കിയേ, ഈ ഐ ഉള്ളിടത്തൊക്കെ മൈനസ് ഐ കറക്റ്റ് നേരെ താഴെ എഴുതണം കേട്ടോ. ഇവിടെ എന്തായി സി മൈനസ് ഐ ഡി ഐ, ഒരു കുഴപ്പമില്ല. ഇവിടെ എന്തായി ഇ മൈനസ് ഐ എഫ് ഐ. അതുപോലെ തന്നെ ഇവിടെയും കൊടുത്തു. ഐ എവിടെയുണ്ടോ അവിടെ എല്ലാം നമ്മൾ നേരെ ഓപ്പോസിറ്റ് കൊടുത്തു, എ മൈനസ് ഐ ബി ഐ. അപ്പോൾ എന്താ ചെയ്തത്, ആദ്യം നമ്മൾ ഇക്വേഷൻ തന്നേക്കണം ഇക്വേഷൻ എഴുതണം. എന്നിട്ട് നമ്മുടെ ഇക്വേഷനകത്തെല്ലാം ഐ എവിടെയാണോ ആ ഐയുടെ സ്ഥാനത്ത് നമ്മൾ എന്ത് ചെയ്തു, മൈനസ് ഐ കൊടുത്തു. പുട്ടെ ഐക്ക് പകരം നമ്മൾ മൈനസ് ഐ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇത് തമ്മിൽ പ്രോഡക്റ്റ് ചെയ്യണം. ലെഫ്റ്റും തമ്മിൽ പ്രോഡക്റ്റ് ചെയ്യണം, റൈറ്റും തമ്മിൽ പ്രോഡക്റ്റ് ചെയ്യണം. അപ്പം ഇത് രണ്ടും കൂടെ പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ എന്താവും മക്കളെ, എ പ്ലസ് ഐ ബി ഇൻറ്റു എ മൈനസ് ഐ ബി ഐ. ഇതും കൂടെ പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ എന്താവും, സി പ്ലസ് ഐ ഡി ഇൻറ്റു സി മൈനസ് ഐ ഡി ആവും. ഇതും കൂടെ പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ എന്താവും, ഇ പ്ലസ് ഐ എഫ് ഇൻറ്റു ഇ മൈനസ് ഐ എഫ് ആവും. എന്തായത് ലെഫ്റ്റും തമ്മിൽ റൈറ്റും തമ്മിൽ നമ്മൾ പ്രോഡക്റ്റ് ചെയ്യണം. ഇവിടെ ഇത് രണ്ടും കൂടെ പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ എ പ്ലസ് ഐ ബി ഇൻറ്റു എ മൈനസ് ഐ ബി ആവും. അപ്പം നമുക്കൊരു പ്രശ്നമില്ല, ലെഫ്റ്റ് തമ്മിൽ പ്രോഡക്റ്റ് ചെയ്തു, റൈറ്റും തമ്മിൽ നമ്മൾ പ്രോഡക്റ്റ് ചെയ്തു. ഇനി ഇവിടെ നോക്കിക്കേ, ഇതെന്താ നമ്മുടെ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണല്ലേ. എ പ്ലസ് ഐ ബി ഇൻറ്റു എ മൈനസ് ഐ ബി നമ്മൾ ഫോർമുല പഠിച്ചിട്ടുണ്ട്. നമ്മൾ വേറെ ഒന്നും നോക്കണ്ടാവില്ല, എയുടെ സ്ക്വയർ പ്ലസ് ബിയുടെ സ്ക്വയർ നോക്കിയാൽ മാത്രം മതി. ഇവിടെ എന്ത് വരും, സി സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ എന്ന് എഴുതാം. ഇവിടെ എന്നാ വരും, ഇ സ്ക്വയർ പ്ലസ് എഫ് സ്ക്വയർ എഴുതാം. ഇവിടെ എന്നാ വരും, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് എഴുതാം. നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞ റിസൾട്ട് ആയില്ലേ നോക്കി. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ എഴുതാൻ കാരണം അത് നമുക്ക് നോക്കാം. എ പ്ലസ് ഐ ബി ഇൻറ്റു എ മൈനസ് ഐ ബി എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ മൈനസ് ഐ ബി ദ ഹോൾ സ്ക്വയർ ആണ്. കാരണം എ പ്ലസ് ബി ഇൻറ്റു സി എ മൈനസ് ബിയുടെ ഫോർമുലയാണ്. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഇങ്ങനെ കിട്ടും. അപ്പോൾ എ സ്ക്വയർ എഴുതി, ഇത് നമ്മൾ മൈനസ് എഴുതി. ഇതിന് ഓരോന്നിനും സ്ക്വയർ കൊടുക്കണ്ടേ. ഐയുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഐ സ്ക്വയർ വരും, ബിയുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ബി സ്ക്വയർ വരും. ഐ സ്ക്വയറിൻ്റെ വാല്യൂ എന്താ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ -1 ആണ്. അപ്പോൾ ഇവിടെ എന്ത് വരും നോക്കിയാൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ വരും. ഈ മൈനസും കൂടെ കൂടി എന്തായി മാറും, പ്ലസ് ആയി മാറും. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രോബ്ലത്തിനകത്ത് ലെവൽ 1 ഇഷ്ടംമാതിരി നമ്മൾ പഠിക്കുന്നതാണ്. ഇങ്ങനെ ഒരു മൾട്ടിപ്ലിക്കേഷൻ വന്നാൽ എന്ത് ചെയ്താൽ മതി, ഇവിടെ എയുടെ സ്ക്വയർ പിന്നെ ഈ ബിയുടെ സ്ക്വയർ നോക്കിയാൽ മതി. കാരണം ഇത് നോക്കുക ചെയ്യണ്ട. അപ്പോൾ ഇവിടെ ഏതാണ്, സി സ്ക്വയർ മൈനസ് ഐ ഡി സ്ക്വയർ വരും. അതായത് സി സ്ക്വയറും ഡി സ്ക്വയറും നമ്മൾ ഇതുപോലെ എടുത്താൽ മതി. ഇവിടെ ഇ സ്ക്വയറും എഫ് സ്ക്വയറും അങ്ങ് എടുത്താൽ മതി. ഇവിടെ എ സ്ക്വയറും ബി സ്ക്വയറും എടുത്താൽ മതി. ഇതേ മോഡൽ ക്വസ്റ്റ്യൻ നമ്മൾ ലെവൽ 1 കുറേ ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാ ക്വസ്റ്റ്യനും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നോക്കണം. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും.